എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2024ന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കോ അങ്ങനെയുള്ള ധാരണകൾ വേണ്ട. കാരണം എക്സാമിന് ഏത് തരത്തിലുള്ള ഏത് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ എക്യുപ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. First one, a sum claimed or awarded in compensation for loss or injury. A sum claimed or awarded in compensation. Compensation ആയിട്ട് കൊടുക്കുന്ന ഒരു തുകയെ എന്താണ് പറയാ? ഒരു ലോസിനോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു തുകയെ എന്താണ് പറയാ? എല്ലാവരും വേഗം ആൻസർ മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. എന്തായിരിക്കും ആൻസർ? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഡാമേജസ്. ഡാമേജസ് എന്നാണ് പറയാ കേട്ടോ. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. എന്താ പറയുന്നത്? ഡാമേജസ്. സം ക്ലെയിംഡ് ഓർ അവാർഡഡ് ഇൻ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഇഞ്ചുറി ഇറ്റ് ഇസ് നോൺ ആസ് ഡാമേജസ്. ഇവിടെ വേറൊരു വാക്കിരിപ്പുണ്ട്, ഡെമുറേജ്. ഡെമുറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് അല്ലെ. അതിന്റെ മീനിങ് അറിയാവോ? അതും ഈ പറഞ്ഞ പോലെ ഒരു കോസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കോസ്റ്റാ? സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ആണ്. ഈ കമ്മോഡിറ്റി ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷിപ്സിലും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയാ? ഡെമുറേജ് എന്ന് പറയാ. ഡെമുറേജ്. ഓക്കെ, അപ്പൊ അത് കിട്ടിയെന്ന് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഡെലിബറേറ്റ് ആൻഡ് ഇന്റൻഷണൽ ആക്ടസ്. ഡെലിബറേറ്റ് ആൻഡ് ഇന്റൻഷണൽ ആക്ടസ്. ഇന്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിനെ നമ്മൾ എന്താണ് പറയാ? മനഃപൂർവ്വം ഇന്റൻഷനലി ചെയ്യാന്ന് പറയില്ലേ? മനഃപൂർവ്വം ചെയ്യാ, അങ്ങനെയുള്ള ഒരു ആക്ടിനെ നമ്മൾ എന്താണ് പറയാ? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. വിൽഫുൾ ആണ് കേട്ടോ. സ്പെല്ലിംഗ് നോക്കുക, WILFUL. ഓക്കെ, വിൽഫുൾ. വിൽഫുൾ ആയിട്ട് ചെയ്യുക, ഇന്റൻഷനലി ചെയ്യുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി കണ്ടോ? വൈൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേർഡ് എല്ലാവരും പഠിച്ചേക്കുക. വൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അൺപ്ലസന്റ് ആയിട്ടുള്ള അല്ലെ. അൺപ്ലസന്റ്. അൺപ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത, ഹീറ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്താ പറയാ? വൈൽ എന്ന് പറയാ. VILE. ഓക്കെ, വൈൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വെയിലായിട്ടൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം കേട്ടോ. ഈ വെയിൽ കൊള്ളുന്നത് നമുക്ക് വലിയ ഇഷ്ടമല്ല, അൺപ്ലസന്റ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. ഡെലിബറേറ്റ് ആൻഡ് ഇന്റൻഷണൽ ആക്ട് ഇറ്റ് ഇസ് നോൺ ആസ് വിൽഫുൾ. വയലും മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമ്മുടെ PSCയിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A person who instigates, encourages or helps another person in a criminal activity. A person who instigates and encourages or helps another person in a criminal activity. ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നമ്മളെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ എന്താണ് പറയുക? വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് അല്ലെ. അബെറ്റർ. എന്താണ്? അബെറ്റർ. അപ്പൊ നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്. ഈ ബെറ്റർ എന്ന് പറയുമ്പോൾ ബെറ്റ്, നമ്മൾ ഈ ബെറ്റ് അടിക്കാനായിട്ട് കുറെ പേര് നമ്മളെ എൻകറേജ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം അല്ലെ. അബെറ്റർ സ്പെല്ലിംഗ് പഠിച്ചേക്കണം. ABETTOR. അബെറ്റർ ആണ് കേട്ടോ. എ പേഴ്സൺ ഹു ഇൻസ്റ്റിഗേറ്റ്സ്, എൻകറേജസ് ഓർ ഹെൽപ്സ് അനദർ പേഴ്സൺ ഇൻ എ ക്രിമിനൽ ആക്ടിവിറ്റി ഹീസ് നോൺ ആസ് അബെറ്റർ. ഇനി ഇവിടെ നോക്കിയ ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ അബെറ്റോയർ. ഇവിടെ സ്പെല്ലിംഗ് ABATTOIR ആണ്. അബെറ്റോയർ. അബെറ്റോയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോട്ടർ ഹൗസ് ആണ്. അതായത് ആനിമൽസിനൊക്കെ കൊല്ലുന്ന ഒരു എന്താ പറയാ, അറവുശാല എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വേർഡാണ് അബെറ്റോയർ കേട്ടോ. അബെറ്റോയർ മനസ്സിലായല്ലോ. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മീനിങ് ഓഫ് ദി വേർഡ് ഫ്ലോസി നോസി നിഹിലി പിലിഫിക്കേഷൻ. ഇതിന്റെ മീനിങ് ആണ് ചോദ്യം. ഫ്ലോസി നോസി നിഹിലി പിലിഫിക്കേഷൻ. ഈ ഒരു വേർഡിന്റെ മീനിങ് ആണ്. അത്യാവശ്യം വലിയൊരു വേർഡ് ആണ് അല്ലെ. ലോങ്സ്റ്റ് വേർഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വേർഡിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ശശി തരൂർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ആയിരുന്നു. ഓക്കെ, ഇതിന്റെ മീനിങ് ഇറ്റ് ഇസ് എസ്റ്റിമേഷൻ ഓഫ് സംതിങ് ആസ് വർത്ത്ലെസ്. ഓക്കെ, എസ്റ്റിമേഷൻ ഓഫ് സംതിങ് ആസ് വർത്ത്ലെസ്. അതിന് വലിയ വിലയൊന്നുമില്ല അല്ലെങ്കിൽ വർത്ത് ഇല്ല എന്ന് മീനിങ് വരുന്ന ഒരു വേർഡാണ് ഫ്ലോസി നോസി നിഹിലി പിലിഫിക്കേഷൻ കേട്ടോ. അപ്പൊ ഇത്ര ലെങ്ത് ഉണ്ടെങ്കിലും അതിന് വലിയ വർത്ത് ഒന്നും ഇല്ല എന്ന് തന്നെ ഓർത്ത് വയ്ക്കുക അല്ലെ. എസ്റ്റിമേഷൻ ഓഫ് സംതിങ് ആസ് വർത്ത്ലെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദ വേർഡ് യൂസ്ഡ് ഇൻ പ്ലൂറൽ ഫോം എമംഗ് ദി ഫോളോയിങ് അസ്. കണ്ടോ, അപ്പൊ നമ്മൾക്ക് നമ്മുടെ സിലബസിൽ സിംഗുലർ പ്ലൂറൽ ഇതൊക്കെ നമുക്ക് നോക്കാനുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും ചോദ്യം വരിക കേട്ടോ. ദ വേർഡ് യൂസ്ഡ് ഇൻ പ്ലൂറൽ ഫോം എമംഗ് ദി ഫോളോയിങ് അസ്. ഇതിൽ ഏതാണ് പ്ലൂറൽ ഫോം എന്നുള്ളതാണ് ചോദ്യം. പോരട്ടെ.
ആൻസർ ക്രൈറ്റീരിയ എന്നുള്ളതാണ് പ്ലൂറൽ ഫോമിലുള്ളത് അല്ലെ. അതിന്റെ സിംഗുലർ ഫോം എന്താ? ക്രൈറ്റീരിയൻ. പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വൊക്കാബുലറി ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോവാത്തത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. ഇനി അടുത്ത് നോക്കി, അലുമിനസ്. അലുമിനസ് അലുമിനസിന്റെ പ്ലൂറൽ എന്താ വരിക? അലുമിനൈ അല്ലെ, അലുമിനൈ. അലുമിനസ് സിംഗുലർ ആണ് അല്ലെ. അലുമിനസിനകത്ത് എസ് ഉണ്ട്, സിംഗുലർ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. അനാലിസിസ് സിംഗുലർ ആണ്, പ്ലൂറൽ എന്താ വരിക? അനാലിസസ് അല്ലെ, SES വരും. സ്ട്രാറ്റം, സ്ട്രാറ്റത്തിന് എന്താ വരിക? സ്ട്രേറ്റ അല്ലെ, സ്ട്രേറ്റ ആണ് പ്ലൂറൽ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്റെ പ്ലൂറൽ ഫോം ഇറ്റ് ഇസ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയന്റെ പ്ലൂറൽ ഫോം ആണ് ക്രൈറ്റീരിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വൊക്കാബുലറി സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാച്ച് ദി ഫോളോയിങ് അല്ലെ. അപ്പൊ ഇവിടെ കുറച്ച് ആനിമൽസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കളക്റ്റീവ് നൗൺ ആണ്. ആ ഒരു ടോപ്പിക് എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കളക്റ്റീവ് നൗൺസ് എല്ലാവരും പഠിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ബീസിന്റെ കളക്റ്റീവ് നൗണിനെ നമ്മൾ എന്താ പറയാ? വേഗം നോക്കിയിട്ട് പറയും, ഒന്ന് മാച്ച് ചെയ്തിട്ട് നമ്മൾ പറയണം. ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് ഹൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബീസിന്റെ എന്താ പറയാ? ബീസിന്റെ കളക്റ്റീവ് നൗണ് സ്വാം ആണ് അല്ലെ. ബീസ് സ്വാം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ബീസ്, റാറ്റ്സ്, പിന്നെ എന്താ ഫ്ലൈസ് അല്ലെ. ഇതിന്റെയൊക്കെ കളക്റ്റീവ് നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് സ്വാം. നമ്മൾ എങ്ങനെയാ അത് ഡിസ്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, ഈ റാറ്റ്സ് ചത്ത് കഴിയുമ്പോൾ അതിന് ചുറ്റിനും ബീസും ഫ്ലൈസ് ഒക്കെ വരും എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ വാം വാട്ടറിൽ റാറ്റ് ചത്ത് കഴിയുമ്പോൾ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ സ്വാമുമായിട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ക്രോന്റെ വരുന്നത് ഏതാ? ക്രോന്റെ മേർഡർ ആണ് അല്ലെ. ഇപ്പൊ ഒരു മരണമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചടങ്ങുകൾക്കായിട്ടൊക്കെ ക്രോനെ വിളിക്കുന്നതായിട്ടൊക്കെ ഒന്ന് സങ്കല്പിക്കാം അല്ലെ. അപ്പൊ ക്രോന്റെ വരുന്നത് മേർഡർ ആണ് കേട്ടോ. പിന്നെ ഈഗിളിന്റെ വരുന്നതാണ് കൺവക്കേഷൻ. ഓക്കെ, ഈഗിളിന്റെ കൺവക്കേഷൻ. ഫിഷിന്റെ വരുന്നത് ഷോൾ ആണ് അല്ലെ. ഫിഷിന്റെ ഷോൾ ആണ് വരുന്നത്. നമ്മൾ ചിലപ്പോൾ ഷോൾ ഒക്കെ ഇട്ട്, ചുരിദാറിന്റെ ഷോൾ ഒക്കെ ഇട്ടിട്ട് ഫിഷിനെ പിടിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് എ വരുന്നത് 2 ആണ്. സോ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ് അല്ലെ. ബീസിന്റെ സ്വാമ്, ക്രോന്റെ വരുന്നത് മേർഡർ, ഈഗിളിന്റെ വരുന്നത് കൺവക്കേഷൻ, ഫിഷിന്റെ വരുന്നത് ദാറ്റ് ഇസ് ഷോൾ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്റെ കൂടെ തന്നെ പഠിച്ചു പോവാട്ടോ. നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് ടൈം വെക്കേണ്ട, കൂടെ തന്നെ എല്ലാം പഠിച്ചു പോവാ. ഓക്കെ അല്ലേ? ബീസിന്റെ ഏതാണ്? സ്വാം. അപ്പൊ റാറ്റ്സ്, ബീസ്, ഫ്ലൈസ് സ്വാം. ക്രോന്റെ ആണെങ്കിൽ മേർഡർ, ഈഗിൾ ആണെങ്കിൽ കൺവക്കേഷൻ, ഫിഷ് ആണെങ്കിൽ ഷോൾ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. റീഅറേഞ്ച് ദ സെന്റൻസസ് ഇൻ ദി ലോജിക്കൽ ഓർഡർ ഓഫ് എ പാരഗ്രാഫ്. ഇവിടെ നമുക്കൊരു 5 ലൈൻസ് കൊടുത്തിട്ട് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ ഞാൻ ആദ്യം പറയാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചോളൂ. ഞാൻ വേണമെങ്കിൽ ഓരോ സെന്റൻസ് ഒന്ന് വായിക്കാം. ആസ് എ മെറ്റഫർ ഫോർ ദ ലെജൻഡ് വി മൈറ്റ് സേ ദാറ്റ് ദ ലാൻഡ് ഫോംഡ് ബൈ ദി ആക്സ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ഇറ്റ്. ഇനി ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് അഗെയിൻ. ദാറ്റ് ഈസ് ദ വാട്ടർ റീക്ലെയിംഡ് ദ ലാൻഡ് ദാറ്റ് ഹാഡ് റൈസൺ ഫ്രം ഇറ്റ്. The last flood that occurred 150 years ago submerged our land forever. This was taught to me by my father who had learnt of it from his father. Okay. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഇപ്പൊ ഇതേപോലെ ഒരു എന്താ പറയാ 5 സെന്റൻസ് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വായിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല, എക്സാം ഹാളിൽ ഫുൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുക, ഇങ്ങനത്തെ അവസ്ഥ നമുക്ക് വരും അല്ലെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് 1, അതായത് ആസ് എ മെറ്റഫർ ഫോർ ദ ലെജൻഡ് വി മൈറ്റ് സേ ദാറ്റ് ദ ലാൻഡ് ഫൗണ്ട് ബൈ ദി ആക്സ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ഇറ്റ് എന്നുള്ളതാണ്. ഇനി ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് ദിസ് വാസ് ടോട്ട് ടു മീ ബൈ മൈ ഫാദർ. അതായത് ഒരു പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിങ് തന്നെ ദിസ് വാസ് ടോട്ട് ടു മീ, എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ തുടക്കം തന്നെ ദിസ് വാസ് ടോട്ട് ടു മീ എന്ന് വരാനുള്ള സാധ്യത ഇല്ല. ശരിയല്ല? നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കില്ലേ ഇന്നതുപോലെ എന്നെ പഠിപ്പിച്ചു എന്നുള്ളത് പറയാ അല്ലെ. അപ്പൊ ഓപ്ഷൻ 5 അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഐ മീൻ 5 ഉള്ള ഓപ്ഷൻ വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ബിനെ തൽക്കാലം എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി എങ്ങനെ തുടങ്ങിയിട്ടില്ല? 2 വെച്ചിട്ടാണ് തുടങ്ങിയിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് അഗെയിൻ. തുടക്കം തന്നെ ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് അഗെയിൻ എന്ന് പറയോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ അതിനെ നമുക്ക് എടുത്ത് എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായി? അപ്പൊ ഓപ്ഷൻ സിയും അല്ല എന്നുള്ള കാര്യം മനസ്സിലായി.
ഇനിയുള്ള രണ്ട് ഓപ്ഷൻ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഓപ്ഷൻസ് വെച്ചിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് ഏതിനാണ് കൂടുതൽ മീനിങ് കിട്ടണേ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ പറയട്ടെ. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് വരുന്നത് 4 ആണ് കേട്ടോ. അതായത് ദ ലാസ്റ്റ് ഫ്ലഡ് ദാറ്റ് ഒക്കേർഡ് 150 years ago submerged our land forever. രണ്ടാമത്തത്, ഇത് ഫസ്റ്റ് വരുന്നത്. രണ്ടാമത്തത് വരുന്നത് അപ്പൊ സബ്മേഴ്സ്ഡ് അവർ ലാൻഡ് ഫോർ എവർ ആണ്. പിന്നെയാണത് പറയുന്നത് എന്ത്, ഇറ്റ് ഡിഡ് നോട്ട് റൈസ് അപ്പ് അഗെയിൻ, വീണ്ടും അത് റൈസ് ചെയ്തില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആസ് എ മെറ്റഫർ ഫോർ ദ ലെജൻഡ് വി മൈറ്റ് സേ ദാറ്റ് ദ ലാൻഡ് ഫോംഡ് ബൈ ദി ആക്സ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ഇറ്റ്. പിന്നെ ദാറ്റ് ഇസ് ദി വാട്ടർ റീക്ലെയിംഡ് ദ ലാൻഡ് ഹാഡ് റൈസൺ ഫ്രം ഇറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദിസ് വാസ് ടോട്ട് ടു മീ ബൈ മൈ ഫാദർ ഹു ഹാഡ് ലേൺഡ് ഓഫ് ഇറ്റ് ഫ്രം ഹിസ് ഫാദർ. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ ഡിക്കാണ് കൂടുതൽ മീനിങ് ഫുൾ ആയിട്ട് കിട്ടണത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് എടുത്ത് എലിമിനേറ്റ് ചെയ്യാം. അത് ആ രണ്ട് ഓപ്ഷൻസ് എപ്പോഴും മിക്കവാറും നമ്മുടെ PSC-യിൽ ഈ 4 ഓപ്ഷനിലെ 2 ഓപ്ഷൻ നമുക്ക് സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. അല്ലാണ്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനെ വായിച്ച് നോക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒക്കെ ഇത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ടൈം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നും കൂടി ശ്രമിക്കുക കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി എക്സ്പ്രഷൻ സേവ് ആസ് അതർവൈസ് പ്രിസ്ക്രൈബ്ഡ്, ദ വേർഡ് സേവ് മീൻസ് വാട്ട്? എല്ലാവരും ഒന്ന് വായിച്ചിട്ട് പറയൂ. ഇൻ ദ എക്സ്പ്രഷൻ സേവ് ആസ് അതർവൈസ് പ്രിസ്ക്രൈബ്ഡ് ആണ്. ദ വേർഡ് സേവ് മീൻസ് വാട്ട്? സേവ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ? സേവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീനിങ് വരുന്നത് എക്സെപ്റ്റ് ആണ്, അല്ലെ? എക്സെപ്റ്റ്, അത് ഒഴികെ, എക്സെപ്റ്റ് നമ്മൾ പറയില്ലേ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സേവ് ആസ് അതർവൈസ് പ്രിസ്ക്രൈബ്ഡ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ റൂൾസ് അപ്ലൈ ടു ഓൾ എംപ്ലോയീസ് എക്സെപ്റ്റ് ദോസ്, അല്ലെ? അതേപോലെ തന്നെ സേവ് എക്സെപ്റ്റ് അതർവൈസ് പ്രിസ്ക്രൈബ്ഡ്, അവരെ ഒഴികെ ബാക്കിയുള്ളവർക്ക് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ദ റൂൾസ് അപ്ലൈ ടു ഓൾ എംപ്ലോയീസ് എക്സെപ്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സെപ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടുന്നുണ്ടോ? ഓക്കെ, ചിലതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. 1-2 പ്രാവശ്യം കൂടെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പകുതി വഴി വെച്ചിട്ട് വിട്ടിട്ട് പോവരുത്. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. The steps expected to be taken by a reasonable person or business to avoid harm themselves and others. അതിനെന്താ പറയാ? ഡ്യൂ ഡിലിജൻസ് എന്നാണ് പറയാ കേട്ടോ. ഡ്യൂ ഡിലിജൻസ് എന്ന് അറിഞ്ഞു വെച്ചേക്കാം. ദ സ്റ്റെപ്സ് എക്സ്പെക്ടഡ് ടു ബി ടേക്കൺ ബൈ എ റീസണബിൾ പേഴ്സൺ ഓർ ബിസിനസ് ടു അവോയ്ഡ് ഹാം ദംസെൽസ് ആൻഡ് അതേഴ്സ്. അതിനെ പറയുന്നത് ഡ്യൂ ഡിലിജൻസ്. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമ്പിളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഫ്രേസ് മീനിങ് ലെറ്റ് ദി ബയ്യർ ബിവെയർ. ഇതും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബയ്യർ ബിവെയർ അല്ലെങ്കിൽ അവെയർ ആവട്ടെ എന്ന് മീനിങ് വരുന്ന ഫോറിൻ വേർഡ് ആണ് ഇവിടെ ചോദ്യം. നമ്മുടെ ഫോറിൻ വേർഡ്സ് എന്നുള്ളൊരു ടോപ്പിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കാവിയറ്റ് എംറ്റർ, അല്ലെ? കാവിയറ്റ് എംറ്റർ. കാവിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാർണിംഗ് ആണ്. നമ്മുടെ കോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേം ആണ് കാവിയറ്റ്, അല്ലെ? ഒരു വാർണിംഗ് ആണ്. കാവിയറ്റ് എംറ്റർ എന്നുള്ളതാണ് കേട്ടോ. ആലോചിക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. കവർ എംറ്റി, എംറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എംറ്റി ആണോ എന്ന് ആര് ചെക്ക് ചെയ്യണം? ബയ്യർ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബയ്യർ ബിവെയർ ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആമസോണിൽ നിന്നോ ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഈ കവർ എംറ്റി ആണോ, വാങ്ങുന്നേക്കാളും മുമ്പ് ബയ്യർ ബിവെയർ ആയിരിക്കണം, അല്ലെ? കവർ എംറ്റി ആണോ എന്നുള്ളത് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ നോക്കുക. കാവിയറ്റ് എംറ്റർ, കവർ എംറ്റി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ബയ്യർ ബിവെയർ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ കാവിയറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വാർണിംഗ് ആണ്. ഓക്കെ, ഇനി ക്വിഡ് പ്രോ ക്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ എ, ക്വിഡ് പ്രോ ക്യോ. ഇൻ എക്സ്ചേഞ്ച് ആണ്, എക്സ്ചേഞ്ച്. ഓക്കെ, സംതിങ് ഫോർ സംതിങ് ആണ് ക്വിഡ് പ്രോ ക്യോ. ഓക്കെ, അപ്പൊ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം എക്സ്ചേഞ്ച്. പ്രോ കൊടുത്താൽ ക്യോ തരാം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർത്തു വെക്കാം. എക്സ്ചേഞ്ച് ചെയ്യാം. പ്രോ കൊടുത്താൽ ക്യോ തരാം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. ഇനി നോക്കിയ ഓപ്ഷൻ സി, പാരിപ്പശു. പാരിപ്പശു എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വലി, എല്ലാവർക്കും ഒരേപോലെ, ഈക്വലി എന്നുള്ളൊരു മീനിങ് ആണ് പാരിപ്പശു. എല്ലാ പശുക്കളും ഈക്വൽ ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെച്ചോ, അല്ലെ? നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഏതാണെന്നൊന്നും ഐഡിയ കിട്ടില്ല എന്നൊക്കെ വെറുതെ ഓർത്തു വെക്കുക കേട്ടോ. ഈക്വലി എന്നുള്ളൊരു മീനിങ് ആണ് പാരിപ്പശു എന്ന് പറയും മീനിങ് വരുന്നത്. അടുത്തത് ക്യുവോ വാഡസ്. ക്യുവോ വാഡസ് എന്ന് പറഞ്ഞാൽ എന്താ?
വേർ ആർ യു ഗോയിങ് എന്നുള്ള മീനിങ് ആണ്. എവിടെ പോവാ എന്നുള്ളൊരു മീനിങ് വരുന്ന ഒരു വേർഡ് ആണ് ക്യുവോ വാഡസ്. ഓക്കെ, ക്യുവോ വാഡസ്. വേർ ആർ യു ഗോയിങ്, എവിടെയാ പോകുന്നേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഹൗ ഡാഷ് ഡിഡ് യു വർക്ക് ദർ, ഹൗ ഡാഷ് ഡിഡ് യു വർക്ക് ദർ. യെസ്, എത്ര നാൾ അവിടെ ജോലി ചെയ്തു, എത്ര നാൾ, അല്ലെങ്കിൽ അതിന്റെ എന്താ ഉദ്ദേശിക്കുന്ന ഒരു ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദർ, അല്ലെ, ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദർ. ഇത് ഫാർ എന്ന് പറഞ്ഞാൽ ദൂരമാണ് അല്ലെ, ഫാർ എന്നൊക്കെ പറയുമ്പോൾ ദൂരം, ഫാർ അവേ, വളരെ ദൂരത്ത് അല്ലെ. അപ്പൊ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര നാള് എന്ന മീനിങ് വരുന്ന വേർഡ് ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഹൗ ലോങ് ഡിഡ് യു വർക്ക് ദർ. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്റൻസ് ഫിയർ ഓഫ് ദി നമ്പർ 13 ഇസ് കോൾഡ്. നമ്പർ 13നെ കുറിച്ചുള്ള പേടി, അതിനെ എന്താണ് പറയാ? വേഗം ആൻസർ പറഞ്ഞോളൂ. യെസ്, 3 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്തേണ്ടതാണ് അല്ലെ. യെസ്, ആൻസർ ഓപ്ഷൻ സി ആണ്. ട്രിസ്കൈഡേക്കോഫോബിയ ആണ് അല്ലെ. ഇറ്റ്സ് ഓപ്ഷൻ സി ആണ് കേട്ടോ. ട്രിസ്കൈഡേക്കോഫോബിയ ആണ്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ആണ്. ഇനി ക്ലൈത്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈത്രോഫോബിയ അതേപോലെ തന്നെ ക്ലോസ്ട്രോഫോബിയ എന്നൊക്കെ പറഞ്ഞാല് ഏതാണ്ട് ഒരേ മീനിങ് ആണ് വരുന്നത്. ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കൺഫൈൻഡ് ആയിട്ടുള്ള പ്ലേസുകൾ, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് അടഞ്ഞു പൂട്ടി വെച്ചിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള പേടിനെയാണ് എന്താ പറയാ? ക്ലോസ്ട്രോഫോബിയ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ക്ലോസ്ഡ് എന്നുള്ള രീതിയിൽ ഓർക്കാൻ പറഞ്ഞിരുന്നു. ക്ലോസ്ട്രോഫോബിയ അതേപോലെ തന്നെയുള്ള ഒരു ഫോബിയാണ് ക്ലീത്രോഫോബിയ കേട്ടോ. ഓപ്ഷൻ എ വരുന്നത്. പിന്നെയുണ്ട് അലാക്ട്രോഫോബിയ. അലാക്ട്രോഫോബിയ എന്ന് പറഞ്ഞാല് അലാക്ട്രോ ആണ് കേട്ടോ. ലാക്ട്രോ നമുക്ക് ലാക്ടജൻ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. അപ്പോ ഫിയർ ഓഫ് മിൽക്ക് ആണ്, പാലിനെ കുറിച്ചുള്ള പേടി. ഓക്കെ, അതിനെയാണ് എന്ത് പറയാ? അലാക്ട്രോഫോബിയ. ലാക്ടോജൻ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, ലാക്ടോജൻ. അടുത്ത് നോക്കാം. പിക്ക് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഇതിലെ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്, എംബറാസ്മെന്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. എംബറാസ്മെന്റ് 2 R ഉണ്ട് അല്ലെ, 2 S ഉണ്ട്, 2 A ഉണ്ട് എന്നൊക്കെ ഓർത്ത് വെക്കാം. എംബറാസ്മെന്റ്. ഇനി വാല്യൂബിളിന്റെ സ്പെല്ലിംഗ് എന്താ? VALUABLE, വാല്യൂബിൾ അല്ലെ, വാല്യൂബിൾ. പെർമിയബിൾ അത് ഐ അല്ല വരേണ്ടത്, എന്ത് വരണം? PERMEABLE, പെർമിയബിൾ. പിന്നെ കെന്റാങ്കറസിന്റെ സ്പെല്ലിംഗ് എന്താ? CAN, ക്യാൻ, ടാൻ അല്ലെ, KEROUS, കെന്റാങ്കറസ്. അപ്പൊ ഇവിടെ ഒരു ഏയുടെ ആവശ്യമില്ല അല്ലെ. കെന്റാങ്കറസ് എന്ന് പറഞ്ഞാല് ക്വാറൽസം, ഫൈറ്റ് ചെയ്യുന്ന, എപ്പോഴും തല്ലുപിടിക്കുന്ന, ക്വാറൽസം എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. കെന്റാങ്കറസ്. നമുക്ക് വേണമെങ്കിൽ ക്യാൻടാൻ എന്ന് പറയുമ്പോൾ കണ്ടൻ എന്നൊക്കെ ആലോചിക്കാം അല്ലെ. മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ, CANTAN, കണ്ടൻ, കണ്ടംപൂച്ചനൊക്കെ ഓർക്കാം. അപ്പൊ എപ്പോഴും ഇങ്ങനെ തല്ലുപിടിക്കുന്ന, ആർഗ്യൂ ചെയ്യുന്ന എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വയ്ക്കാം. കെന്റാങ്കറസിന്റെ മീനിങ് ഇറ്റ് ഇസ് ക്വാറൽസം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഓക്കെ, നെക്സ്റ്റ് വൺ 55. Those piles on the floor are newspapers dash last year. അപ്പൊ ലാസ്റ്റ് ഇയർ മുതലുള്ള ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് അല്ലെ, ഫ്ലോറിൽ കിടപ്പുണ്ട്. ദോസ് പൈൽസ് ഓൺ ദി ഫ്ലോർ ആർ ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ലാസ്റ്റ് ഇയർ മുതല്. ഫ്രം എന്നാണ് വരേണ്ടത് അല്ലെ, ലാസ്റ്റ് ഇയർ മുതല്. കിട്ടുന്നുണ്ടോ? അത് കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ എന്നെ ഒന്ന് ഹൈഡ് ചെയ്യാം ഒരു സെക്കൻഡ്. ഇതും ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റീഅറേഞ്ച് ദി വേർഡ്സ് നമ്പേർഡ് 1 to 12 ഇൻ ദി ലോജിക്കൽ ഓർഡർ ഫോർ ദി സീക്വൻസ്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കൊടുത്തിട്ടുള്ളത് കോർണർ, LED, ഷേപ്പ്ലി, എ കാസ്റ്റ്, ആൻഡ് വാൾ, ഇൻ ഷാഡോസ്, ഓൺ ബൾബ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ ആയിട്ട് വരിക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവര് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 12 വെച്ചുള്ള 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ. നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ 12 എന്ന് പറയുമ്പോൾ ദ വരും, പിന്നെന്താ വരിക? ദ LED. ഓക്കെ, ദ LED. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ LED നെ കുറിച്ച്? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ പിന്നെ ദ LED എന്ന് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഏത് LED ആണെന്നൊന്നും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ദ LED എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് അവിടെ യൂസ് ചെയ്യണ്ട അല്ലെ. അപ്പൊ 12 2 എന്നുള്ള ഓപ്ഷൻ ഞാൻ അടുത്ത് എലിമിനേറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻ എനെ എലിമിനേറ്റ് ചെയ്തു. ഇനി ഞാൻ പറയുന്ന ഒരു മെത്തേഡ് ജസ്റ്റ് നോക്കാം. ഇവിടെ ഈ LED എന്ന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. LED എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ PSC ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡാഷ് LED. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും വരിക?
ആൻ LED ആണ് അല്ലെ? ആൻ LED എന്നല്ലേ നമ്മൾ പറയാ. കാരണം ഇവിടെ LED കണ്ടിട്ട് L വെച്ചിട്ടാണ് A അല്ല നമ്മൾ യൂസ് ചെയ്യുക, ആൻ ആണ് യൂസ് ചെയ്യുക. കാരണം പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് എൽ എന്നാണ്, എ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് അല്ലെ? LED എന്ന് പറയുമ്പോൾ അവിടെ ആൻ ആണ് വരേണ്ടത്. അപ്പൊ എന്തായാലും നമ്മുടെ LED മുമ്പിൽ ഒരു ആൻ ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ 2ന്റെ മുമ്പിൽ LED എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 അല്ലേ? അതിന്റെ മുമ്പിൽ എന്ത് വരണം? ആൻ വരണം, അതായത് 6 വരണം. അപ്പോ 6ന് ശേഷമായിരിക്കും 2 വരേണ്ടത് എന്നുള്ള ഒരു കാര്യം ഓർത്തു വെക്കാം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ, ഇനി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കിയേ. 6ന് ശേഷം 2 വരുന്ന ഓപ്ഷൻസ് എവിടെയെങ്കിലും 6ന് ശേഷം, ഇവിടെ 6ന് ശേഷം 1 ആണ്, ഇവിടെ 6ന് ശേഷം 2 ഉണ്ട്, ഇവിടെ 6ന് ശേഷം 2 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്ന് തൽക്കാലം ഓപ്ഷൻ ഡിനെ എടുത്ത് മാറ്റാം. ഞാനിങ്ങനെ ഓരോ എലിമിനേഷൻ മെത്തേഡ് പറഞ്ഞുതരാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡിനെ നമ്മൾ എടുത്ത് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ആൻ LED ബൾബ്. കണ്ടോ, ഏതാണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നില്ലേ? ആൻ LED ബൾബ് അല്ല, 11 കഴിഞ്ഞു. ഇനി 841 എന്ന് പറഞ്ഞാല് ഇൻ എ കോർണർ, ആൻ LED ബൾബ് ഇൻ എ കോർണർ. ഓക്കെ, പിന്നെന്താ? കാസ്റ്റ് ഷേപ്പ്ലി ഷാഡോസ് അല്ലെ? 9 വരെ എത്തി. ഓൺ ദ വോൾ ഇല്ല. അപ്പൊ ഇതല്ലേ ഇവിടെ മീനിങ് ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി. അപ്പൊ ഇതേപോലെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുക. നമുക്ക് മിക്കവാറും ഇപ്പൊ നമ്മൾ പറയില്ല, ചില വാക്കുകളൊക്കെ കാണുമ്പോൾ മിക്കവാറും PSC ഇത് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള LED ആണ്. അപ്പൊ LED എന്ന് പറയുമ്പോൾ എന്തായാലും അതിന്റെ ഫ്രണ്ടിൽ ആൻ ആയിരിക്കും. അപ്പൊ ആൻ LED വെച്ചിട്ടുള്ള 2 ഓപ്ഷൻസിന്ന് കൂടുതൽ മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അല്ലാണ്ട് കാണുമ്പോൾ തന്നെ അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയുള്ള തോന്നല് വരരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ് ഫോർ ദി വേർഡ് അണ്ടർലൈൻഡ്. ദ ഓഡിയൻസ് വെയിറ്റഡ് ഫോർ മോർ ദാൻ അവർ ബട്ട് ദി സ്പീക്കർ ഡിഡ് നോട്ട് അപ്പിയർ. ഇപ്പൊ ഇവിടെ അപ്പിയറിന്റെ മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പിയർ പറയാവോ? അപ്പിയർ എന്ന് പറഞ്ഞാൽ അറൈവ് അല്ലെ? അറൈവ് ചെയ്തില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഓഡിയൻസ് വെയിറ്റഡ് ഫോർ മോർ ദാൻ ആൻ അവർ അല്ലെ? ഒരു മണിക്കൂറിന് മീതെ ഓഡിയൻസ് വെയിറ്റ് ചെയ്തു, പക്ഷെ സ്പീക്കർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അല്ലെ? അപ്പോ അപ്പിയർ, അറൈവിന്റെ മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ദാറ്റ് ഈസ്, കിട്ടിയോ? ടേൺ അപ്പ് ആണ് കേട്ടോ. ടേൺ അപ്പ് എന്ന് പറഞ്ഞാല് അറൈവ്. ഇത് ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അറൈവ്. അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടേൺ അപ്പ്, ഇൻക്രീസ് ചെയ്യുക. അതേപോലെ തന്നെ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക അല്ലെ? ഡിക്രീസ് ചെയ്യുക. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, കെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ടേൺ ഔട്ട്. ഓക്കെ, ടേൺ ഔട്ട്. ടേൺ ഓവർ, ടേൺ എന്ന് പറഞ്ഞാൽ മറിച്ചിടുക, ഓവർ അല്ലെ? അപ്പൊ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലിപ്പ് ചെയ്യുക. ഓക്കെ, ഫ്ലിപ്പ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് ടേൺ ഓവർ കേട്ടോ. ടേൺ ഓവർ. അപ്പൊ ഓരോന്നിന്റെ മീനിങ് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചേക്കുക. അപ്പിയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടേൺ അപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. എല്ലാവരും സെൽഫായിട്ട് പറഞ്ഞു നോക്കണേ. ചേഞ്ച് ദി ഫോളോയിങ് സെന്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. യു ആർ റൈറ്റ്, ദർ ഇസ് എ മിസ്റ്റേക്ക്. ഇപ്പോ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോ എന്തൊക്കെയാ വരിക? പോരട്ടെ, ദർ ഇസ് എ മിസ്റ്റേക്ക് അല്ലെ? ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രസന്റ് ആണ്, ഇസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോ പാസ്റ്റ് ആയിട്ട് വരും. സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഹി എഗ്രീഡ് വിത്ത് മീ ദാറ്റ് ദർ വാസ് എ മിസ്റ്റേക്ക്. ഇസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ പാസീവ് അല്ലെ, ആക്റ്റീവ് പാസീവ് വോയിസിലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്റ്റീവ് പാസീവ് വോയിസിൽ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് പോരട്ടെ കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ ആക്റ്റീവ് പാസീവിന്റെ കാര്യത്തിൽ ഓർക്കേണ്ടത്? ഇവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യണം, ടെൻസ് മാറാൻ പാടില്ല അല്ലെ? അതേപോലെ തന്നെ V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും പാസീവിലാക്കുമ്പോൾ വരേണ്ടത്, മീനിങ് മാറാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് പോരട്ടെ കേട്ടോ. അപ്പൊ ദേ ആർ ബിൽഡിംഗ് എ ന്യൂ ബ്രിഡ്ജ് അക്രോസ് ദി നാരോ പാർട്ട് ഓഫ് ദി ലേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും V3 ഫോം ഓഫ് ദി വെർബ് വരണം. അപ്പൊ V3 ഫോം എന്താ? ബിൽഡിംഗ് അല്ലെങ്കിൽ ബിൽഡിന്റെ ഒക്കെ V3 ഫോം എന്ന് പറയുന്നത് ബിൽറ്റ് ആണ് അല്ലെ? T ആണ് വരേണ്ടത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ബിനെയും ഓപ്ഷൻ ഡിനെയും എടുത്ത് എലിമിനേറ്റ് ചെയ്യാം. അവിടെയൊക്കെ ഓപ്ഷൻ ബിയിൽ വന്നിട്ടുള്ള ബിൽഡ് ആണ് കേട്ടോ, T അല്ല D ആണ്, ശ്രദ്ധിച്ചോണേ. അപ്പൊ അതല്ല, അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയും അല്ല, അവിടെ ബിൽഡിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ING ഉണ്ട് അല്ലെ? ING ഉണ്ടെങ്കിൽ നമ്മൾ പാസീവ് ആക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണ്?
ബീയിങ് എന്ന് പറയും. ബീയിങ് അല്ലെ, ING യോട് കൂടിയിട്ടുള്ള ബീയിങ് എന്നുള്ള വാക്ക് നമ്മൾ എന്തായാലും അതിനകത്ത് യൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ, ന്യൂ ബ്രിഡ്ജ് ഇസ് ബീയിങ് ബിൽറ്റ് അക്രോസ് ദി നാരോ പാർട്ട് ഓഫ് ദി ലേക്ക്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കിട്ടിയോ? എളുപ്പമുള്ള ചോദ്യമായിരുന്നു അല്ലെ? സുഖമായിട്ട് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാം കേട്ടോ. കുറച്ച് ചോദ്യങ്ങളൊക്കെ ടഫ് ആണെങ്കിലും കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക് ദി വേർഡ് ദാറ്റ് ഇസ് റോങ്ലി സ്പെൽഡ്. തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വേർഡ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻസ് തീരുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് റോങ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്? എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്, ഇതാണ് തെറ്റായിട്ടുള്ള വേർഡ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി നോക്കിയേ, ഇംപ്രസാരിയോ. ഇംപ്രസാരിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ മീനിങ് കൂടെ പഠിച്ചു പോണേ. മാനേജസ്, വൺ ഹു മാനേജസ് പബ്ലിക് പെർഫോമൻസ്. ഓക്കെ, പബ്ലിക് പെർഫോമൻസ്. ഓക്കെ, പബ്ലിക് പെർഫോമൻസ് മാനേജ് ചെയ്യുന്ന ഒരാളെയാണ് എന്ത് പറയാ? ഇംപ്രസാരിയോ അല്ലെ. മാക്സിമം ഇംപ്രസ് ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം, ഇംപ്രസാരിയോ. ഓക്കെ, ഇനി നോക്കിയ ഓപ്ഷൻ എ നോക്കിയേ, ഇംപെർവിയസ്. ഇംപെർവിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇംപെർവിയസ് എന്ന് പറഞ്ഞാൽ അധികം എഫക്ട് ചെയ്യാത്ത കേട്ടോ, നോട്ട് എഫക്റ്റഡ് ഈസിലി, അതിനെയാണ് എന്ത് പറയാ? ഇംപെർവിയസ്. ഇംപെർവിയസ്. ഓക്കെ, പിന്നെ ഇംപ്രഷൻ അല്ലെ, ഇംപ്രഷനബിൾ, അതാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബിയിൽ ഇവർ കൊടുത്തിട്ടുള്ള IMPERICAL അല്ലെ, ഇവിടെ സിയുടെ ആവശ്യമില്ല അല്ലെ, സിയുടെ ആവശ്യമില്ല അല്ലെ. ഇംപെരിയൽ. ഇംപെരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇംപീരിയൽ നമ്മൾ പറയില്ലേ, അധികാരമുള്ള അല്ലെ, ഇംപീരിയൽ ആണ് കേട്ടോ. സിയുടെ ആവശ്യമില്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തെറ്റിച്ചിട്ടുള്ള ടോപ്പിക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ടൊക്കെ പഠിച്ച് മുന്നോട്ട് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ആർക്കും എന്താ പറയാ കോൺഫിഡൻസ് ഒന്നും പോകണ്ട. എല്ലാവർക്കും അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ആയിരുന്നില്ല. അപ്പൊ നമ്മളിത് പഠിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരുടെയും കമന്റ്സും കൂടെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.